കാടമുട്ട റോസ്റ്റ് തയ്യാറാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ലോഗ്. അപ്പോൾ വളരെ ടേസ്റ്റോട് കൂടി കാടമുട്ട എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം. ഇവള് നമ്മളെ കളിയാക്കാൻ വേണ്ടി വന്നതാട്ടോ. ഈ ഒരു ബോക്സിൽ 40 കാടമുട്ട ഉണ്ട് തോന്നുന്നുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുക്കറിലിട്ടിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതാ ഒരു പാത്രം സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി ഒരു 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ആവശ്യത്തിനുള്ള ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1/2 ടീസ്പൂണ് ഗരം മസാല കൂടെ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടി ഒരു ഫ്ലേവർ വന്നിട്ടുണ്ടെങ്കിൽ കാടമുട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ ലേശം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതേപോലെ ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം വളരെ സിമ്മിലാക്കി കൊടുത്തിട്ട് വേണം. മുളക് പൊടിയല്ല പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. കാശ്മീരി മുളക് പൊടിയല്ല നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ തയ്യാറാക്കിയ കാടമുട്ട നമുക്ക് വളരെ ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റും. അറിയാത്തവർ ഇതേ രീതിയിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.